ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നല്ല മഴയൊക്കെ ഉണ്ടല്ലേ. നമുക്ക് ഇന്നൊരു നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കുഴ ബിരിയാണി എന്നൊന്ന് പേര് കൊടുത്താലോ? എങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. കൈമ റൈസ് 1 കിലോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൈമ റൈസ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത്, ബസ്മതി റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ജീരകശാലയോ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ തന്നെ സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കനാണ്. നമ്മൾ ബിരിയാണി പീസ് പോലെ അത്യാവശ്യം വലുപ്പമുള്ള പീസായിട്ടാണ്. അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞത്, അങ്ങനെ തൈര്, ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് ഞാനിവിടെ ഒരു 1.5 മണിക്കൂർ വരെ ഒന്ന് മാരിനേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തൈരൊക്കെ നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്നല്ല ഉണ്ടാക്കുന്നത്, പച്ചക്ക് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. എങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാനൊരു 1.5 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. അവരവരുടെ വീട്ടിലെ ടൈം പോലെ ഒന്ന് മാരിനേഷൻ ടൈമൊക്കെ ഒന്ന് നോക്കിയെടുത്താൽ മതിയാവേ. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണേ. ഇനി നമുക്ക് ചോറ് വേവിക്കാൻ വെക്കാം. അതിലേക്ക് നമ്മൾ സാധാരണ എടുക്കുന്നത് പോലെ കുറച്ച് ഹോൾ സ്പൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കുരുമുളക്, പട്ട, കറയാമ്പൂ, ഏലയ്ക്ക, ജാതിക്ക, അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ കാണിക്കാനുള്ള വീഡിയോ എടുത്തില്ല. ഓയിലും കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ആ കൈമ റൈസ് പാകത്തിന് വേവിച്ചെടുക്കാം. ഒരു 60-70% വേവിച്ചെടുത്താൽ മതി. ബാക്കി നമ്മൾ ചിക്കനിൽ കുറച്ച് വെന്തതിന് ശേഷം, ചിക്കനും ഒരു 3/4 ഭാഗം വെന്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ചോറും ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിക്കനും അതുപോലെ റൈസും ഒരു 75% കുക്ക് ചെയ്താൽ മതി. പാകത്തിന് എടുത്തിട്ട് ഊറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കടായിലേക്ക് നെയ്യും അതുപോലെ വെളിച്ചെണ്ണയുമാണ് എടുക്കുന്നത്. ഓയിൽ എടുക്കണ്ട, നമുക്ക് നമ്മുടെ നോർമൽ വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യാം. അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഹോൾ സ്പൈസസ് ഒക്കെ ഇടുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് 3 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുവിധം വലിയ സവാള തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. നമുക്ക് കുറച്ച് മടിയുള്ള സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അതുകൊണ്ട് ഞാൻ ഫ്രൈഡ് ഓണിയൻ ഒന്നും ചെയ്യുന്നില്ല. അതുമേന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു അല്പം എടുത്തൊന്ന് ഞാൻ ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടി ഇത്തിരി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സവാള നന്നായി മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല പഴുത്ത തക്കാളി 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പച്ചമുളക് ഞാനൊരു 5 എണ്ണം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിന് കൂട്ടുകയോ അതുപോലെ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മളുടെ വീട്ടിലെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എരിവൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബാലൻസ് ചെയ്തെടുക്കണം. അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ തക്കാളിയൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടും. അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഈ കുഴ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ അനിയത്തിയാണ്, പുള്ളിക്കാരത്തിൻ്റെ പേര് നയന എന്നാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ശനിയാഴ്ച ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്, എനിക്ക് ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇങ്ങനത്തെ ഒരു ബിരിയാണിയാണ് ഇഷ്ടം. ഒരുപാട് സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് കുറച്ച് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആവശ്യമുണ്ട്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ബിരിയാണി മസാലയുണ്ട്, അതുപോലെ മല്ലിപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, എരിവെള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മെഷർമെൻറ്റൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇച്ചിരി എരിവൊക്കെ വേണമെങ്കിൽ കുരുമുളക് പൊടി, മുളക് പൊടിയൊക്കെ കൂട്ടിയെടുക്കാം. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ആ നല്ലൊരു കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഷുഗർ ഓപ്ഷണലാണ്, പക്ഷേ ഇടുവാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകത തന്നെയാണ്. ഈ സമയത്ത് ഉപ്പും ഇട്ടിട്ടുണ്ട്, അതുപോലെ മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിന് എല്ലാവരും നോക്കിയൊന്ന് ഇടണം. എന്നിട്ട് നമുക്ക് ഒട്ടും പോലും വെള്ളം ഒഴിക്കാതെ അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കാം. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂം കിസ്മിസും ഒന്ന് ഇടാം. എന്നാൽ മാത്രമല്ല ബിരിയാണി ആകുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരല്പം കാഷ്യൂം കിസ്മിസും ഒന്ന് നെയ്യിലാണ് കേട്ടോ വറുത്ത് കോരി വെക്കുന്നത്. എൻ്റെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 75-80% കുക്കായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ച റൈസും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ദമ്മിലാണ് ഇനി വെക്കുന്നത്. എല്ലാ ചോറും ഒന്ന് നല്ല രീതിയിലൊന്ന് വെതറി കൊടുത്തതിന് ശേഷം കുറച്ച് കാഷ്യൂം കിസ്മിസും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഫ്രൈഡ് ഓണിയനും കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ടിട്ട്
നമുക്ക് ഒരു 30 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ട് ദം ചെയ്യുവാണെങ്കിൽ എടുക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ടുള്ള നല്ല കുഴ ബിരിയാണി കിട്ടും. ഇത് നമ്മൾ കശുവണ്ടിയും കിസ്മിസും വറുത്ത ആ ഒരു നെയ്യ് തന്നെയാണ് കുറച്ച് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് 5 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ദം ചെയ്തെടുക്കുന്നത്. സൂപ്പർ നല്ലൊരു മണമാണ് കേട്ടോ. വീട് മൊത്തം നല്ലൊരു സ്മെല്ലാണ്. എങ്കിൽ പോലും നമ്മൾ അഡീഷണലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ദാ നോക്കി എല്ലാം കൂടി നമുക്ക് പറ്റുമെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ രീതിയിലും ഗ്രേവിയും ചിക്കനൊക്കെ എത്തുന്ന രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ കുഴ ബിരിയാണി എന്ന് പറയുന്നത്. എനിക്ക് പ്രത്യേകിച്ച് പേരൊന്നും പറയാൻ അറിയില്ല. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണിയോ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് അയച്ചാലേ ഞാൻ അത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് നമ്മളുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഇതാ നോക്കിയാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുഴ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്കിയാൽ എന്താ ഒരു ഭംഗി, സൂപ്പർ നല്ല ടെൻഡറായിട്ട് തന്നെ നമുക്ക് ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.